19-ാം നൂറ്റാണ്ട് വരെയുള്ള ഇന്ത്യയുടെ ഒരു ചരിത്രമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞത്. ഈ ക്ലാസ്സിൽ 20-ാം നൂറ്റാണ്ടിലെ പ്രധാന സംഭവങ്ങളെക്കുറിച്ച് പറയാം. ഓരോ വർഷങ്ങൾ, ഓരോ സംഭവങ്ങൾ ഞാനൊന്ന് നിങ്ങളെ റിമൈൻഡ് ചെയ്യാം. PSCയെ സംബന്ധിച്ച് PSC എക്സാമിനേഷനുകൾ, LDC, LGS പരീക്ഷകൾക്ക് കൂടുതലായിട്ട് ചോദിക്കാറുള്ള ഈ 20-ാം നൂറ്റാണ്ടിലെ ഇന്ത്യൻ ചരിത്രത്തിന്റെ ഭാഗത്തുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓരോന്നായിട്ട് ശ്രദ്ധിക്കുക. 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ, ഈ ഒരു 20-ാം നൂറ്റാണ്ട് അതിന്റെ ഒരു ആരംഭഘട്ടം പറയുന്ന സമയത്ത് 1901 ഗാന്ധിജിയുടെ ആദ്യത്തെ INC സമ്മേളനമാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത്. 1901 കൽക്കത്ത INC സമ്മേളനത്തിലാണ് ഗാന്ധിജി ആദ്യമായിട്ട് പങ്കെടുക്കുന്നത്. ഗാന്ധിജി ആദ്യമായിട്ട് പങ്കെടുത്ത INC സമ്മേളനം എവിടെയാണ്? കൽക്കത്തയിലാണ്. ഏതാണ് വർഷം? 1901 ആണ്. 1905 മറ്റൊരു പ്രധാന സംഭവം നടക്കുന്നത്. അത് ബംഗാൾ വിഭജനമാണ്. ബംഗാൾ വിഭജനം. പശ്ചിമ ബംഗാൾ എന്നായിരുന്നു പണ്ട്, ഇപ്പൊ ബംഗാളായി. അപ്പൊ ആ പശ്ചിമ ബംഗാളിനെ വിഭജിക്കുകയാണ്, രണ്ടായിട്ട് വിഭജിക്കുക. പശ്ചിമ ബംഗാളിന്റെ വിഭജനം, ആ വിഭജനത്തിന് നേതൃത്വം കൊടുക്കുന്നത് കഴ്സൺ പ്രഭുവാണ്. 1905 ഒക്ടോബർ 16-ാം തീയതിയാണ് ബംഗാൾ വിഭജനം നടക്കുന്നത്. ബംഗാൾ വിഭജനം വലിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് എടുത്ത് പഠിക്കേണ്ടതാണ്. അത് നമുക്ക് പറയാം. ഇപ്പോ എന്താണ് നമ്മൾ ആ വർഷം പഠിക്കുക, അതുപോലെ ആ വർഷത്തിൽ നടന്ന ഇന്ത്യൻ ചരിത്രങ്ങൾ, ഇതാണ് നമ്മളിപ്പോൾ നോക്കി പോകുന്നത്. അപ്പൊ 1905 ഒക്ടോബർ 16-ാം തീയതിയാണ് ബംഗാൾ വിഭജനം നടന്നത്. അതിന് കാരണക്കാരനായത് കഴ്സൺ പ്രഭുവാണെന്ന് മനസ്സിലാക്കുക. 1906 തൊട്ടപ്പുറത്തെ വർഷമാണ് 1906 ധാക്കയിൽ നടന്ന INC സമ്മേളനത്തിൽ വെച്ചാണ്, ധാക്കയിൽ നടന്ന INC സമ്മേളനം എവിടെയാണ്? ധാക്കയിൽ നടന്ന INC സമ്മേളനത്തിൽ വെച്ചാണ് മുസ്ലിം ലീഗ് രൂപം കൊള്ളുന്നത്. മുസ്ലിം ലീഗ് രൂപം കൊള്ളുന്നത്. ആദ്യത്തെ പ്രസിഡന്റായിട്ട് ആഘാഖാനെയാണ് അവരോധിക്കുന്നത്. ആഘാഖാനാണ്. അതുപോലെ പാകിസ്ഥാന്റെ പിതാവ് എന്നും പാകിസ്ഥാന്റെ ആദ്യത്തെ ഗവർണർ ജനറൽ ഒക്കെ ആരായിരുന്നു എന്നറിയപ്പെടുന്നത്? ആരായിരുന്നത്? അത് മുഹമ്മദ് അലി ജിന്നയായിരുന്നു. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ശത്രു എന്നറിയപ്പെടുന്ന മുഹമ്മദ് അലി ജിന്ന. എന്നാൽ മുഹമ്മദ് അലി ജിന്നയുടെയും ഗാന്ധിജിയുടെയും ഗുരു ഒരാളാണ്. അതാരാണ്? അത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. അവരുടെ മാത്രമാണോ? അല്ല, സരോജിനി നായിഡു, ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സരോജിനി നായിഡുവിന്റെ ഗുരുവും ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. സന്ദർഭോചിതമായിട്ട് പറഞ്ഞു എന്ന് മാത്രം. നമുക്ക് തിരിച്ചു വരാം. അപ്പൊ 1906 ധാക്കയിൽ നടന്ന INC സമ്മേളനത്തിൽ വെച്ച് മുസ്ലിം ലീഗ് രൂപം കൊള്ളുന്നത് ഡിസംബർ 30-ാം തീയതിയാണ്. പണ്ടത് പാകിസ്ഥാൻ ഇങ്ങനെ ബംഗ്ലാദേശ് അങ്ങനെയല്ല അറിയപ്പെട്ടിരുന്നത്. ബംഗ്ലാദേശും കിഴക്കൻ പാകിസ്ഥാൻ എന്ന രീതിയിലാണ് അറിയപ്പെട്ടിരുന്നത്. ബർമ്മയൊന്നും ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതിനൊക്കെയുള്ള സംഭവങ്ങൾ നമുക്ക് പഠിക്കാം. ഇപ്പോ 1906 മുസ്ലിം ലീഗ് രൂപം കൊണ്ടുവന്ന് മനസ്സിലാക്കുക. ഇനി 1907 സൂററ്റ് പിളർപ്പ് ഉണ്ടാകുന്നത്. സൂററ്റ് പിളർപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നീണ്ട രീതിയിൽ പഠിക്കേണ്ടത് തന്നെയാണ്. അതൊരു INC സമ്മേളനത്തിൽ വെച്ചാണ്. അത് സൂറത്തിൽ നടന്ന INC സമ്മേളനം. അതിന്റെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നത്, അതിന്റെ അധ്യക്ഷനായിട്ടിരിക്കുന്നത് രാഷ് ബിഹാരി ഘോഷ് ആണ്. 1907 ഈ സംഭവം നടക്കുന്നത്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് INCയിൽ തന്നെ രണ്ട് വിഭാഗക്കാരായിട്ട് മാറുകയാണ്. ഒരു പിളർപ്പ് സംഭവിക്കുകയാണ്. മിത ദേശീയവാദികളും തീവ്ര ദേശീയവാദികളും എന്ന രണ്ട് ഗ്രൂപ്പായിട്ട് മാറുകയാണ്. മിത ദേശീയവാദികൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. നേരത്തെ പറഞ്ഞു, ഗാന്ധിജിയുടെ ഗുരുവായിട്ടുള്ള ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ ഗുരു ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റാനഡെയാണ്. റാനഡെ. ഓക്കെ, എനിവേ, അപ്പോ പറഞ്ഞു വരുന്നത്, ഈ ഗോപാലകൃഷ്ണ ഗോഖലെയാണ് മിത ദേശീയവാദികളായിട്ടുള്ള കോൺഗ്രസിന് നേതൃത്വം കൊടുക്കുന്നത്. തീവ്ര ദേശീയ വിഭാഗത്തിന്, തീവ്ര ദേശവാദത്തിന്റെ ആളുകളായിട്ട് വരുന്നത് ലാലാ ലജ്പത് റായ്, അതുപോലെ ബാലഗംഗാധർ തിലകൊക്കെയാണ്. അങ്ങനെ രണ്ടായിട്ട് അവിടെ പിരിയുകയാണ്. 1907 സൂറത്ത് പിളർപ്പ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇനി 1909 മിന്റോ മോർലി ഭരണപരിഷ്കാരം നടക്കുന്നുണ്ട്. 1909, അതായത് മുസ്ലിമുകൾക്ക് ഇന്ത്യൻ കൗൺസിൽ ആക്ട് 99 എന്നാണ് അറിയപ്പെടുന്നത്. ആ മിന്റോ മോർലി ആക്ടിനെ അറിയപ്പെടുന്നത് അങ്ങനെയാണ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷയം, മുസ്ലിം വിഭാഗങ്ങൾക്ക് പ്രത്യേക ഒരു പദവി നൽകുക, മണ്ഡലങ്ങൾ നൽകുക എന്നുള്ള ഒരു സമ്പ്രദായമായിരുന്നു. അത് വിഭജിച്ച് ഭരിക്കുക എന്നൊരു നയമായിരുന്നു. തെറ്റായൊരു നയമായിരുന്നു. പിന്നീട് വരുന്നൊരു പ്രധാന സംഭവം 1911 പ്രത്യേകത എന്ന് പറയുന്നത്, 1911 ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തത്. ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തതുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ 1911 കൽക്കത്തയിൽ നിന്നും തലസ്ഥാനം ന്യൂഡൽഹിയിലേക്ക് മാറുന്നത്. കൽക്കത്തയിൽ നിന്നും തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറുന്നത് 1911. അതൊക്കെ വിശദമായിട്ട് നമുക്ക് പഠിക്കാം.
ഇപ്പൊ ഡേറ്റ് മനസ്സിലാക്കി വെക്കുക. ഈ 1915 പ്രത്യേകത, 1915 ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും മടങ്ങി വരുന്നത്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും മടങ്ങി വന്ന 1915 ജനുവരി 9 ആ ജനുവരി 9 പ്രവാസി ദിനമായിട്ട് ആചരിക്കുന്നത്, പ്രവാസികളുടെ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇനി 1916 സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 1916 ഹോം റൂൾ പ്രസ്ഥാനം, ആ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിക്കുകയാണ്. ആനി ബസന്റിന്റെ നേതൃത്വത്തിൽ അടയാറിൽ ഒരു ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിക്കുന്നു. അതുപോലെ ബാലഗംഗാധര തിലകിന്റെ നേതൃത്വത്തിൽ പൂനെയിൽ ഹോം റൂളിന്റെ പ്രസ്ഥാനം നടക്കുന്നു. എന്നാൽ മലബാറിൽ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായിട്ട് അല്ലെങ്കിൽ പ്രചാരകനായിട്ട് അറിയപ്പെടുന്നത് KP കേശവമേനോനാണ്. 1916 ഹോം റൂൾ പ്രസ്ഥാനം വരുന്നത്. 1916 ലക്നൗ INC സമ്മേളനത്തിൽ വെച്ചാണ് നേരത്തെ പിരിഞ്ഞു എന്ന് പറഞ്ഞ ആ ഒരു തീവ്ര ദേശീയവാദികളും അതുപോലെ മിതദേശീയവാദികളും വീണ്ടും ഒന്നാകുന്നത്. അതുപോലെ തന്നെ 1916 നടന്ന ആ INC സമ്മേളനത്തിൽ വെച്ചാണ് ആദ്യമായിട്ട് ഗാന്ധിജിയും നെഹ്റുവും കണ്ടുമുട്ടുന്നത്. ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റു ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത് 1916. അതുപോലെ ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് അന്ന് ഈ INC സമ്മേളനത്തിൽ അതൊരു പ്രധാന ചോദ്യമാണ്. ഈ ഒരു 1916 ലക്നൗ സന്ധിയിൽ ആരായിരുന്നു അന്നത്തെ INCയുടെ പ്രസിഡന്റ്? അത് AC മംജുംദാർ ആയിരുന്നു. അത് നോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നീട് വരുന്നൊരു പ്രധാന സംഭവം എന്ന് പറയുന്നത് ചമ്പാരൻ ലഹളയാണ്. 1917 ചമ്പാരൻ ലഹള 1917 നടക്കുന്നത്. ചമ്പാരൻ ലഹള അത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹമാണ്. സത്യാഗ്രഹം ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അത് ചമ്പാരൻ ലഹളയാണ്. അത് ബീഹാറിലാണ് നടന്നത്. നീലം കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമരമായിരുന്നു. യഥാർത്ഥത്തിൽ ആ ഒരു സമരത്തിന് പങ്കെടുക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിക്കുന്ന അവിടുത്തെ ഒരു ലോക്കൽ നേതാവാണ് രാജ്കുമാർ ശുക്ല എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അത് ചോദിക്കാറുണ്ട്. രാജ്കുമാർ ശുക്ല എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ ഒരു അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് ഗാന്ധിജി ആ ഒരു ചമ്പാരൻ ലഹളയിൽ ആദ്യമായിട്ട് ഗാന്ധിജിയുടെ ഇന്ത്യയിൽ നടന്നൊരു സത്യാഗ്രഹമാണ് അതിൽ പങ്കെടുക്കുന്നത്. അതുപോലെ ഗാന്ധിജിക്ക് ദക്ഷിണാഫ്രിക്കയിൽ നിന്നും മടങ്ങി വന്ന് ഇന്ത്യയിലേക്ക് ഈ ദേശീയ പ്രസ്ഥാനത്തിന്റെയൊക്കെ ഒരു സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാകാനായിട്ട് പ്രചോദനം നൽകിയത് അല്ലെങ്കിൽ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചത് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവായിട്ടുള്ള ഗോപാലകൃഷ്ണ ഗോഖലെയായിരുന്നു. അതാണ് 1917 ഒരു പ്രധാന സംഭവമായിട്ട് മനസ്സിലാക്കേണ്ടത്. പിന്നെ 1918 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹം നടക്കുന്നത്. ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം. ഗാന്ധിജിയുടെ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം 1918 ഗുജറാത്തിൽ അഹമ്മദാബാദ് മിൽ സമരം എന്നാണ് മനസ്സിലാക്കേണ്ടത്. വളരെ പ്രധാനപ്പെട്ടതാണ്. അത് സമരം തുടങ്ങി 4-ാം ദിവസം മില്ലുടമകൾക്ക് വേണ്ടിയിട്ടാണ്. സമരം തുടങ്ങി 4-ാം ദിവസം ആവശ്യം അംഗീകരിച്ചു. ഗാന്ധിജിയുടെ നിരാഹാര സമരം ഗാന്ധിജി അങ്ങനെ അവസാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. വിശദമായിട്ട് നമുക്ക് അത് ഡീറ്റെയിൽസ് പഠിക്കാം. ഇപ്പൊ ഇത്രയും മനസ്സിലാക്കുക. 1918 ഗുജറാത്തിലായിരുന്നു. അഹമ്മദാബാദ് മിൽ സമരമായിരുന്നു ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി 1918 തന്നെയാണ് ഗുജറാത്തിൽ മറ്റൊരിടത്തൊരു കർഷക സമരം നടക്കുന്നുണ്ട്. അതിന് നേതൃത്വം കൊടുക്കുന്നത് ഗാന്ധിജി തന്നെയാണ്. അതാണ് ഗേദ സമരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട സമരമാണ്. ഗുജറാത്തിൽ തന്നെയാണ്. കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമരമാണ് ഗേദ സമരം. 1918 തന്നെയാണ് അത് വരുന്നത്. പിന്നീട് പ്രധാനപ്പെട്ട ഒരു വർഷം എന്ന് പറയുന്നത് 1919 1919 ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത്. 1918 നേരത്തെ വിട്ടുപോയൊരു കാര്യം കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് 1918 ഗേദ സമരത്തില് ആ കർഷക സമരത്തില് ഗാന്ധിജിയുടെ സഹായിക്കാനായിട്ട് ഗാന്ധിജിയുടെ കൂടെ ഒരാൾ കൂടെ വരുന്നുണ്ട്. സർദാർ വല്ലഭായ് പട്ടേൽ. അഗ്രികൾച്ചർ അല്ലാതെ മറ്റൊരു കൾച്ചർ എനിക്കറിയില്ല. എനിക്ക് ആ ഒരു കൾച്ചറെ അറിയൂ. അത് അഗ്രികൾച്ചർ ആണെന്ന് പറഞ്ഞ സർദാർ വല്ലഭായ് പട്ടേൽ. ഗാന്ധിജിയാണ് സർദാർ എന്ന് നാമകരണം ചെയ്യുന്നത് തന്നെ. സർദാർ വല്ലഭായ് പട്ടേൽ എന്ന പേര് കൊടുക്കുന്നത് ഗാന്ധിജിയാണ്. നമുക്ക് പറയാം, വരുന്നതാണ് അവിടേക്കല്ല. ആ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഓർമ്മിപ്പിച്ചെന്ന് മാത്രം. ഇനി അപ്പൊ 1919 കാര്യം പറയാം. 1919 പറ്റി പറയുന്ന സമയത്ത് ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്ന ഒരു വർഷമാണ് 1919. റൗലറ്റ് നിയമം വരുന്നു. ആ റൗലറ്റ് നിയമത്തെ കരി നിയമം എന്ന് ഗാന്ധിജി വ്യാഖ്യാനിക്കുന്നുണ്ട്. കരി നിയമം എന്ന് ഗാന്ധിജി പറഞ്ഞത് ഏത് നിയമത്തെയാണ്? റൗലറ്റ് നിയമത്തെയാണ്. 1919 വന്ന റൗലറ്റ് നിയമത്തെയാണ് ഗാന്ധിജി കരി നിയമം എന്ന് പറഞ്ഞത്. അതിനോടനുബന്ധിച്ച് 1919 ഏപ്രിൽ 13 ആണ് ആ ഒരു ദാരുണ സംഭവം നടക്കുന്നത്, ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. 1919 ഏപ്രിൽ
13-ാം തീയതിയാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത്. അതായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. വളരെ വിശദമായിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. നമുക്ക് പഠിക്കാം. ഇപ്പൊ ഇത്രയും മനസ്സിലാക്കുക. 1919 ഏപ്രിൽ 13 എന്നുള്ള വർഷം മനസ്സിലാക്കുക. 1920-ലാണ് ഗാന്ധിജി ആദ്യം പ്രസിഡന്റ് ആയിക്കൊണ്ട് ഓൾ ഇന്ത്യ അഖിലേന്ത്യാ നേതാവായിട്ട് ഗാന്ധിജിയെ പ്രസിഡന്റ് ആക്കിക്കൊണ്ട് ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിക്കുന്നത്. ഖിലാഫത്ത് പ്രസ്ഥാനത്തെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാം. തൽക്കാലം ഇത്രയും മനസ്സിലാക്കുക. തുർക്കിയിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു, ഖിലാഫ രാജാവ്. അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വരുന്ന ഒരു മാനഹാനി, അതിനെതിരായിട്ട് ഇന്ത്യൻ മുസ്ലിമുകൾ ഒന്നായിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ ഒരു സംഘടന ആരംഭിക്കുന്ന ഖിലാഫത്ത് പ്രസ്ഥാനം. ആ ഒരു പ്രസ്ഥാനത്തിന്റെ ആദ്യത്തെ അഖിലേന്ത്യാ പ്രസിഡന്റായിട്ട് ഗാന്ധിജിയാണ് തെരഞ്ഞെടുക്കുന്നത്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചാരണത്തിനായിട്ട് 1920 ഗാന്ധിജി ആദ്യമായിട്ട് കോഴിക്കോടേക്ക് വരുന്നുണ്ട്. ഈ ഒരു ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകരായിട്ടിരിക്കുന്നത് പ്രധാനമായിട്ട് 2 അലി സഹോദരന്മാരാണ്, മുഹമ്മദ് അലിയും അതുപോലെ ഷൗക്കത്ത് അലിയും. അതുകൂടാതെ മൗലാന അബ്ദുൽ കലാം ആസാദും ഉണ്ട്. ഗാന്ധിജിയുടെ കൂടെ 1920 ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചാരണത്തിനായിട്ട് കോഴിക്കോടേക്ക് വരുന്നത് ഷൗക്കത്ത് അലിയാണ്. പിന്നെ 1921 പ്രത്യേകത എന്ന് പറയുന്നത് 1921 എന്താണ് ആദ്യമായിട്ട് ഈ ഒരു ഔദ്യോഗിക വേഷം ഖാദി എന്ന രീതിയിൽ ഖാദിയുടെ പ്രചാരണമൊക്കെ ആരംഭിക്കുന്നത്. ഖാദിയെ കോൺഗ്രസിന്റെ ഔദ്യോഗിക വേഷമായിട്ട് കണക്കാക്കുന്നത്. 1920 ഏറ്റവും പ്രധാനമായ ഒരു കാര്യം കൂടെ നടക്കുന്നുണ്ട്, അത് ഓർമ്മിപ്പിക്കുകയാണ്. അതായത് നിസ്സഹകരണ സമരം ശരിക്കും ആരംഭിക്കുന്നത് 1920-ലാണ്. ബ്രിട്ടീഷുകാർ കൊണ്ടുവരുന്ന പുതിയ നിയമങ്ങളിലെ സഹകരിക്കാതിരിക്കുക എന്നുള്ളതാണ് നിസ്സഹകരണം എന്ന് അർത്ഥമാക്കുന്നത്. 1920 ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് ഈ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുന്നത് തന്നെ. എന്നാൽ ഈ നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കുന്നുണ്ട് 1922 ചൗരി ചൗര സംഭവം. ഉത്തർപ്രദേശില് ചൗരി ചൗര എന്നൊരു സ്ഥലം ഗോരഖ്പൂരിലാണ്. അവിടെ ഒരു സംഭവം നടക്കുകയാണ്. ഈ INC ആളുകൾ ഇത് പങ്കെടുക്കുന്ന ഇതിന്റെ ഭാഗമായിട്ടുള്ള കോൺഗ്രസ് ആളുകൾ ഒരു ജാഥ നടത്തുകയാണ്. അതിലേക്ക് പോലീസുകാർ വെടിവെക്കുന്നു. ആ വെടിയുതിർത്തത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇവര് പോലീസ് സ്റ്റേഷനിൽ തീവെക്കുകയാണ്. 22ഓളം പോലീസുകാർ അതിദാരുണമായിട്ട് അഗ്നിക്കിരയാകുകയാണ്. ഇതാണ് ചൗരി ചൗര സംഭവം എന്ന് പറയുന്നത്. ഈ സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഗാന്ധിജി ഈ ഒരു നിസ്സഹകരണ സമരം അവസാനിക്കുകയാണ്, ഈ ഒരു പ്രസ്ഥാനം അവസാനിപ്പിക്കുകയാണ്. ഗാന്ധിജി പറയുന്നുണ്ട് ഇപ്പോഴും ജനങ്ങൾക്ക് അഹിംസയുടെ പാത മനസ്സിലായിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. സുഭാഷ് ചന്ദ്രബോസ് എന്നാൽ ഇതിനെ അനുകൂലിക്കുന്നില്ല. സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയുടെ തെറ്റായ തീരുമാനമായി പോയി ഈ ഒരു നിർത്തലാക്കിയത്, ഈ ഒരു നിസ്സഹകരണ സമരം നിർത്തലാക്കിയത് തെറ്റായി പോയി എന്നാണ് സുഭാഷ് ചന്ദ്രബോസ് പറയുന്നത്. എന്നാൽ ഇതിലൊരു സുഖക്കുറവ് തോന്നിക്കൊണ്ട്, ഇതിലൊരു മനംമടുപ്പ് തോന്നിക്കൊണ്ടാണ്, ഇതിലൊരു പ്രതിഷേധം എന്നോണം ഇവര് രണ്ടുപേരും കൂടെ, രണ്ടുപേരാണ്? മോത്തിലാൽ നെഹ്റു, ജവഹർലാൽ നെഹ്റുവിന്റെ പിതാവാണ് മോത്തിലാൽ നെഹ്റു. ആ മോത്തിലാൽ നെഹ്റുവും അതുപോലെ CR ദാസ് സുഭാഷ് ചന്ദ്രബോസിന്റെ ഗുരുവാണ്. അപ്പൊ CR ദാസും മോത്തിലാൽ നെഹ്റുവും കൂടെ ഒരു പ്രസ്ഥാനം ആരംഭിക്കുന്നുണ്ട്, ഒരു പാർട്ടി ആരംഭിക്കുന്നുണ്ട് 1923-ലാണ്. അതാണ് സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകരാണ് ആരൊക്കെയെന്ന് ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ LDC അടക്കം ചോദിച്ചിരുന്നു, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സ്വരാജ് പാർട്ടി നിലവിൽ വന്നത് 1923-ലാണ്. അതിന് കാരണക്കാരായ അതിന്റെ സ്ഥാപകരായിട്ടുള്ളത് 2 പേരാണ്, CR ദാസും അതുപോലെ മോത്തിലാൽ നെഹ്റുവുമാണ്. അതാണ് ഒരു പ്രധാന സംഭവമായിട്ട് വരുന്നത്. പിന്നീട് ഒരു പ്രധാന സംഭവമായിട്ട് വരുന്നത് 1927 സൈമൺ കമ്മീഷനാണ്. സൈമൺ കമ്മീഷൻ എന്നാൽ ഇന്ത്യയിലേക്ക് വരുന്നത്, അതൊരു ചോദ്യമാണ്. സൈമൺ കമ്മീഷൻ ഇന്ത്യയിലേക്ക് വന്നത് 1928-ലാണ്. സൈമൺ കമ്മീഷനിൽ ഒറ്റ ഇന്ത്യക്കാർ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അതുകൊണ്ട് തന്നെ സൈമൺ കമ്മീഷൻ ഒറ്റ ഇന്ത്യക്കാർ പോലും ഇല്ല എന്നതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർക്ക് അത് സമ്മതമായിരുന്നില്ല. അതിനെതിരെ ഒരുപാട് പ്രക്ഷോഭങ്ങളുണ്ടായി, ഒരുപാട് സമരങ്ങളുണ്ടായി. അങ്ങനെ ഈ സൈമൺ കമ്മീഷന്റെ ഭാഗമായിട്ട് നടന്ന ഒരു സമരത്തിൽ ലാത്തി ചാർജിൽ പെട്ടുകൊണ്ടാണ്, ആ ലാത്തി ചാർജിന്റെ ഭാഗമായിട്ട് അതിൽ പരിക്കേറ്റുകൊണ്ട് ലാലാ ലജ്പത് റോയ് കൊല്ലപ്പെടുന്നത് ഈ ഒരു സമരവുമായി ബന്ധപ്പെട്ടതാണ്. ഇതിന്റെ ഒരു ലാത്തി ചാർജിലാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത്. ലാലാ ലജ്പത് റോയുടെ മരണകാരണമായത് സാൻഡേഴ്സൺ എന്ന് പറയുന്ന ഒരു പോലീസുകാരനാണ്. ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ലാഹോറിൽ വെച്ച് ഭഗത് സിംഗ് കൊലപ്പെടുത്തുന്നുണ്ട്. ഈ ലാലാ ലജ്പത് റോയ് പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്ഥാപിച്ച, അങ്ങനെ ഇന്ത്യയുടെ തീവ്ര ദേശീയവാദത്തെ പ്രസ്ഥാനത്തിന്റെ തന്നെ ഭാഗമായിട്ടുള്ള ബാലഗംഗാധര തിലകനൊപ്പം എല്ലാം പ്രവർത്തിച്ച ലാലാ ലജ്പത് റോയെ കുറിച്ച് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഒരു നമ്മുടെ ഭാരതത്തിന്റെ ഈ INCയുടെ തന്നെ തീവ്ര ദേശീയ വിഭാഗത്തിന്റെ ഏറ്റവും പ്രധാനിയായിട്ടുള്ള ഒരാളായിരുന്നു, ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു
ലാലാ ലജ്പത് റായ്. ആ ഒരു സംഭവം നടക്കുന്നത് 1928 സൈമൺ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട്. 1928 നടന്ന മറ്റൊരു സംഭവമാണ് ബർദോളി സമരം, ബർദോളി സത്യാഗ്രഹം എന്നറിയപ്പെടുന്നത്. വല്ലഭായ് പട്ടേൽ പങ്കെടുത്ത അല്ലെങ്കിൽ വല്ലഭായ് പട്ടേൽ നയിച്ച ആദ്യത്തെ ഒരു സമരമാണ് ബർദോളി സമരം എന്നറിയപ്പെടുന്നത്. കർഷക സമരമാണ്. കർഷകർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അഗ്രികൾച്ചർ അല്ലാതെ മറ്റൊരു കൾച്ചർ എനിക്കറിയില്ല എന്ന് പറഞ്ഞ ആളാണ്. ഗാന്ധിജിയോടൊപ്പം 1918 ഗേദ സമരത്തിൽ പങ്കെടുത്തത് നമ്മൾ പറഞ്ഞു അല്ലെ. ഗേദ സമരത്തിൽ അത് കർഷക സമരമായിരുന്നു, ഗുജറാത്തിൽ തന്നെയായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് അതില് ഗാന്ധിജിയുടെ സഹായിയായിട്ടുണ്ടായത് ഈ ഒരു വല്ലഭായ് പട്ടേലാണ്. ആ വല്ലഭായ് പട്ടേൽ സ്വയം നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ബർദോളി സത്യാഗ്രഹത്തിന്, ഗുജറാത്തിൽ നടന്ന ഈ കർഷക സമരമായ ബർദോളി സത്യാഗ്രഹത്തിന്റെ ഭാഗമാവുകയാണ്. അതിൽ വിജയിച്ചത് കൊണ്ടാണ് ഗാന്ധിജി അദ്ദേഹത്തിന് സർദാർ എന്ന പദവി കൊടുക്കുന്നത്. അങ്ങനെ വല്ലഭായ് പട്ടേൽ സർദാർ വല്ലഭായ് പട്ടേലായി മാറുകയാണ്. 1928 ഈ ബർദോളി സത്യാഗ്രഹം നടക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ്. ഇനി 1928 തന്നെയാണ് നെഹ്റുവിന്റെ റിപ്പോർട്ട്, നെഹ്റു റിപ്പോർട്ട്. മോത്തിലാൽ നെഹ്റു ആണ് ഇത് സമർപ്പിച്ചത്. മോത്തിലാൽ നെഹ്റു ആണ് സമർപ്പിക്കുന്നത്. പുത്രികാ നിയമവുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ്. പക്ഷെ അതിനെ തീവ്ര മുസ്ലിം ആളുകൾ ഒന്നും അതിനെ അനുകൂലിക്കുന്നില്ല, പ്രതികൂലിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മുഹമ്മദ് അലി ജിന്നയെല്ലാം അതിനെതിരായിരുന്നു. 14 തത്വങ്ങൾ കൊണ്ടുവന്നത് ആരാണെന്ന് ചോദിക്കാറുണ്ട്. അത് മുഹമ്മദ് അലി ജിന്നയാണ്. ഇതായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി 1929 ജവഹർലാൽ നെഹ്റു ആദ്യമായി പങ്കെടുത്ത INC, ലാഹോറിൽ നടന്ന INC സമ്മേളനത്തിലാണ് ജവഹർലാൽ നെഹ്റു ആദ്യമായി പങ്കെടുക്കുന്നത്. അതാണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടക്കുന്നത് ആ ഒരു വർഷമാണ്. 1930 ഇന്ത്യ ആദ്യമായിട്ട് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് 1930 ജനുവരി 26 അതിന്റെ ഓർമ്മയ്ക്കാണ്, അതിന്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് ജനുവരി 26 റിപ്പബ്ലിക് ആയിട്ട് തെരഞ്ഞെടുക്കുന്നതല്ല. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഇനി പ്രധാനമായിട്ടുള്ളതാണ് 1930 സിവിൽ നിയമലംഘന പ്രസ്ഥാനം. നേരത്തെ നമ്മൾ പറഞ്ഞു 1920 നിസ്സഹകരണ സമരം എന്ന് പറഞ്ഞു. നിസ്സഹകരണ സമരം അതുപോലെ നിയമലംഘന പ്രസ്ഥാനമാണത്. സിവിൽ നിയമലംഘനം എന്ന് പറയുന്നത് ഇത് രണ്ടും ഒന്നാണോ? നിയമലംഘന പ്രസ്ഥാനവും അതുപോലെ നിസ്സഹകരണ സമരം ഒന്നാണോ എന്ന് ചോദിച്ചാൽ ഒന്നല്ല. കാരണം നിസ്സഹകരണ സമരത്തില് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നയങ്ങളെ, നിയമങ്ങളെ സഹകരിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ നിയമലംഘനത്തില് സഹകരിക്കാതിരിക്കുന്നതോടൊപ്പം തന്നെ ആ നിയമങ്ങളെ ലംഘിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നടന്നതാണ് ഉപ്പ് സത്യാഗ്രഹം. ദേശീയ തലത്തിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന, ദണ്ഡി യാത്രയെല്ലാം നടന്ന ഉപ്പ് സത്യാഗ്രഹം. അത് 1930 മാർച്ച് 12 ഗാന്ധിജിക്ക് അനുകൂലമായിട്ട് 78 പേര് ഗാന്ധിജിയോടൊപ്പം വരുന്നുണ്ട്, ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അതെല്ലാം വിശദമായിട്ട് ഉപ്പ് സത്യാഗ്രഹം നമുക്ക് പഠിക്കാം. ഇപ്പൊ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് 1930 മാർച്ച് 12 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നതെന്ന് മനസ്സിലാക്കുക. കേരളത്തിൽ നടന്നതെല്ലാം പറഞ്ഞിട്ടുണ്ട് നമ്മൾ. കേരള ഹിസ്റ്ററി ചർച്ച ചെയ്ത സമയത്ത് പറഞ്ഞു 1930 ഏപ്രിൽ 13 കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നത്. അതിന് നേതൃത്വം കൊടുത്തത് കെ കേളപ്പനാണെന്ന് പറഞ്ഞു. പയ്യന്നൂർ നേതൃത്വം കൊടുത്തത്. എന്നാൽ കോഴിക്കോട് നേതൃത്വം കൊടുത്തത് നമ്മൾ പറഞ്ഞു പി കൃഷ്ണപിള്ളയും അതുപോലെ മുഹമ്മദ് സാഹിബും ആണെന്ന് പറഞ്ഞു നമ്മൾ അല്ലെ. അപ്പോ അതിലേക്ക് പോകണ്ട, അത് കേരള ചരിത്രത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് തിരിച്ചു വരും. 1930 ഉപ്പ് സത്യാഗ്രഹം നടന്നു, നിയമ ലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് എന്ന് മനസ്സിലാക്കുക. പിന്നീട് പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത് 1930, 31, 32 3 വർഷങ്ങളിലായിട്ട് നടന്ന ലണ്ടനിൽ നടന്ന വട്ടമേശ സമ്മേളനങ്ങൾ. ആ 3 വട്ടമേശ സമ്മേളനങ്ങളും പങ്കെടുത്ത ആളാരാണ്? 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ആള് ഡോക്ടർ അംബേദ്കർ ആണ്. 3 വട്ടമേശ സമ്മേളനങ്ങളും പങ്കെടുത്തത്. രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിലാണ്, അതായത് 1931 ലണ്ടനിൽ നടന്ന വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി ആദ്യമായിട്ട് പങ്കെടുക്കുന്നത്. ആ 3 വട്ടമേശ സമ്മേളനങ്ങളെല്ലാം നമുക്ക് വിശദമായിട്ട് പഠിക്കേണ്ടതാണ്. അപ്പൊ ഇത്രയും അതിന്റെ ഒരു വർഷങ്ങൾ മനസ്സിലാക്കുക. 1930, 1931, 1932 എന്നിങ്ങനെ മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത്, പ്രധാനപ്പെട്ടതായിട്ട് പറയാനുള്ളത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അത് വിശദമായിട്ട് പഠിക്കണം. അത് കൊണ്ടുവരുന്നത് 1935 അതുപോലെ 1932 വിട്ടുപോയൊരു വിഷയം, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. 1932 പൂനെ ഉടമ്പടി നടക്കുന്നത്. ആരൊക്കെ തമ്മിലാണ് പൂനെ ഉടമ്പടി? ഗാന്ധിജിയും അംബേദ്കറും തമ്മിലാണ് പൂനെ ഉടമ്പടി നടക്കുന്നത്. 1932
അത് ഓർക്കുക. ബർമയെ അതിൽ 35-ലെ പ്രത്യേക ഒരു കാര്യം എന്ന് പറയുന്നത് ബർമയെ ഇന്ത്യയിൽ നിന്ന് വേർപ്പെടുത്തിയ നിയമം ഉണ്ടായത് ഈ ഒരു 1935-ലെ ഇൻഡിപെൻഡൻസ് ആക്ട് ആണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ് ബർമയെ ഇന്ത്യയിൽ നിന്നും വേർപിരിക്കാനുണ്ടായ ഒരു നിയമം എന്ന് പറയുന്നത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് 1940-ലാണ്. 1940-ല് ലിൻലിത്ത് പ്രഭു ഒരു ആഗസ്റ്റ് ഓഫർ വയ്ക്കുന്നുണ്ട്. ഇന്ത്യക്കാര് 2ാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടനെ അനുകൂലിച്ചുകൊണ്ട് ഇന്ത്യക്കാർ പങ്കെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ലിൻലിത്ത് പ്രഭു ഒരു ഓഫർ വയ്ക്കുകയാണ്. ഓഗസ്റ്റ് ഓഫർ എന്ന പേരിൽ അറിയപ്പെടും. പിന്നീട് പ്രധാനമായിട്ട് വരുന്നത് 1942-ലെ ക്രിപ്സ് മിഷനാണ്. 1942-ലെ ക്രിപ്സ് മിഷൻ. പക്ഷേ ക്രിപ്സ് മിഷൻ പരാജയമായിരുന്നു. വണ്ടിച്ചെക്ക് എന്നൊക്കെ പറഞ്ഞ് ഗാന്ധിജി ഇതിനെ വിമർശിക്കുന്നുണ്ട്. ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്ന് INCയുടെ നേതൃത്വത്തിൽ അഥവാ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരമാണ്, ബഹുജന പ്രക്ഷോഭമാണ് 1942 നടന്ന ആഗസ്റ്റ് 9-ാം തീയതി 1942 ഓഗസ്റ്റ് 9-ാം തീയതി നടന്ന ക്വിറ്റ് ഇന്ത്യ സമരം. നേരത്തെ നമ്മൾ പറഞ്ഞു 1928-ല് സൈമൺ സമരം അല്ലെ, അതിലൊരു പ്രധാന മുദ്രാവാക്യം ഉണ്ടായിരുന്നു, സൈമൺ ഗോ ബാക്ക്. അതുപോലെ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ക്വിറ്റ് ഇന്ത്യ എന്നുള്ള ആ ഒരു മുദ്രാവാക്യം, സൈമൺ ഗോ ബാക്കും അതുപോലെ ക്വിറ്റ് ഇന്ത്യ എന്നുള്ള മുദ്രാവാക്യം അതിന്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിക്കാറുണ്ട്. അത് യൂസഫ് മെഹ്റലിയാണ് അതിന്റെ ഉപജ്ഞാതാവായിട്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ക്വിറ്റ് ഇന്ത്യ സമരം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരവും അതുപോലെ ആദ്യത്തെ ഒരു പ്രക്ഷുബ്ധമായ സമരവുമാണ്. ഗാന്ധിജിയുടെ എല്ലാം സത്യാഗ്രഹ രൂപത്തിൽ അഹിംസാപരമായിരുന്നു, എന്നാൽ ഇത് വളരെ പ്രക്ഷുബ്ധമായിട്ടുള്ള ഒരു സമരമായിരുന്നു. 1942-ൽ നടന്ന ഈ ഒരു ക്വിറ്റ് ഇന്ത്യ സമരം വിശദമായിട്ട് നമുക്കത് ഒരു സെപ്പറേറ്റ് ക്ലാസ് ആയിട്ട് പറയുന്നുണ്ട്. 1942-ലെ ക്വിറ്റ് ഇന്ത്യ സമരം, അതുപോലെ 1930-ലെ ഉപ്പ് സത്യാഗ്രഹം, 1857-ലെ 1-ാം സ്വാതന്ത്ര്യ സമരമൊക്കെ സെപ്പറേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗത്തു നിന്ന് വരുന്ന മേഖലയാണത്, ഭാഗമാണത്. അത് സെപ്പറേറ്റ് നമ്മൾ ക്ലാസ് ആയിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. ക്വിറ്റ് ഇന്ത്യ സമരം 1942-ൽ നമ്മൾ പറഞ്ഞു. പിന്നീട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന 1946-ൽ വന്ന ഒരു ഭരണഘടനയും അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിനൊക്കെ വളരെ കാര്യമായിട്ടുള്ള ഒന്നാണ് ക്യാബിനറ്റ് മിഷൻ. അത് മനസ്സിലാക്കുക. അതുപോലെ 1946-ലാണ് ബോംബെയിൽ നാവിക കലാപം നടക്കുന്നത്. അത് മനസ്സിലാക്കുക. അത് HMS തൽവാർ എന്ന് പറയുന്ന ഒരു യുദ്ധക്കപ്പലിൽ വെച്ചാണ് നടക്കുന്നത്. അത് വിശദമായിട്ട് നമുക്ക് ഈ ഒരു നാവിക കലാപം എല്ലാം പിന്നീട് പറയാം. ഇനി 1947-ല് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് വരുന്നു. വരികയാണ് 1947-ല്. 1947 ആഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമാവുകയും ചെയ്യുന്നു. ഇനി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നടന്ന സംഭവങ്ങൾ, അതായത് അതിനുശേഷമാണ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നത്. അതിലൊന്നാണ് നാട്ടുരാജ്യങ്ങളുടെ സമന്വയം, അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുക ഭാഷാടിസ്ഥാനത്തിൽ. അങ്ങനെ ഒരുപാട് സമരങ്ങളും ഒരുപാട് സംഭവങ്ങളും ഇതിനുശേഷവും വന്നിട്ടുണ്ട്. അതിനുശേഷം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഉണ്ടാകുന്നു, ഇന്ത്യക്കൊരു ഭരണഘടന വരുന്നു, ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നു. അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഇനി വരുന്നുണ്ട്. അത് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ചെയ്യാം. സുദീർഘമായിട്ട് ഇങ്ങനെ നീണ്ടുപോകുമ്പോൾ നമുക്ക് എല്ലാം മെമ്മറിയിൽ നിൽക്കില്ല, വളരെ വിരസമായിട്ടും തോന്നും. അതുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി സ്വാതന്ത്ര്യത്തിന് ശേഷം 1947 ഓഗസ്റ്റ് 15 മുതൽ പിന്നീട് ഭരണഘടന, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി വരുന്നതും ഭരണഘടന രൂപപ്പെടുന്നതും, അതിനുശേഷം വരുന്ന റിപ്പബ്ലിക്, അതിനുശേഷം വരുന്ന ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ രൂപീകരണം, ഇലക്ഷൻ, ആദ്യമായിട്ട് വരുന്ന തിരഞ്ഞെടുപ്പ്, അങ്ങനെ വരുന്ന ഇന്ന് ആധുനിക ഇന്ത്യയിലെ ഏറ്റവും മോഡേൺ ആയിട്ട് നിൽക്കുന്ന കറണ്ട് അഫയേഴ്സ് വരെയുള്ള ഭാഗങ്ങൾ നമുക്ക് ഇന്ത്യൻ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് ഇനി വരും ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം.